കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം നമ്മൾ ശ്ലോകം 19 ചെയ്തത്. ഇനി നമുക്ക് 20 കൂടിയും കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഭഗവാന്റെ ഇത് എവിടുന്ന് പഠിച്ചു എന്ന് പറയണത്, അതായത് പിന്നെ എട്ടുകാലിയിൽ നിന്ന് പഠിച്ചു എന്ന് പറയണത് 20 കൂടിയും കഴിഞ്ഞിട്ടാണ്. അതായത് ഇങ്ങനെ ഒരു ഭഗവാന്റെ എട്ടുകാലിയിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ 19 എന്താണ് നമ്മൾ പറഞ്ഞത് വെച്ചാൽ, 19 എന്താ പറഞ്ഞത് വെച്ചാൽ, ഈ തൻ്റെ കാലശക്തി കൊണ്ട് ത്രിഗുണാത്മികമായ മായയെ അല്ലെങ്കിൽ ത്രിഗുണാത്മികയായിട്ടുള്ള ആ യോഗമായയെ ഭഗവാൻ ക്ഷോഭിപ്പിച്ച് ഈക്ഷണം ചെയ്ത് മായ ക്ഷോഭിക്കുമ്പോൾ ആ മായെന്നാണ് പിന്നെ ആദ്യമായിട്ട് സൂത്രം അല്ലെങ്കിൽ മഹത്തത്വം ഉണ്ടാവണത്. അതാണ് ഇതിൽ പറഞ്ഞത്. അതായത് ഈ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ലയിച്ചു കിടക്കുന്ന മായയെ ഈക്ഷണത്താൽ അല്ലെങ്കിൽ എനർജി കൊടുക്കുകയാണല്ലോ, ക്ഷോഭിപ്പിച്ച് എന്നിട്ടാണ് ക്രിയാശക്തി പ്രധാനമായിട്ടുള്ള മഹത്തത്വം ആദ്യം സൃഷ്ടിക്കും. അതായത് ഭഗവാനും ലീലകളാടണമെന്ന് തോന്നുമ്പോൾ തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന മായയെ ക്ഷോഭിപ്പിച്ച് മഹത്വത്വം അതിന്ന് വേർതിരിയുന്നു എന്ന് പറഞ്ഞു. ഇനി 20 താമാഹു ത്രിഗുണവ്യക്തിം സൃജന്തിം വിശ്വതോമുഖം യസ്മിൻ പ്രോതമിദം വിശ്വം യേന സംസരതേ പുമാൻ. വിശ്വതേ അല്ലേ, എന്താണ് ഒരു സെക്കൻഡ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ത്രിഗുണവ്യക്തിം താമേവ വിശ്വതോമുഖം സൃജന്തിം, അങ്ങനെ പറയാം. വിശ്വതോമുഖം അതായത് പല പ്രകാരത്തിലുമുള്ള പിന്നെ ജഗത്തിനെ സൃജന്തിം സൃഷ്ടിക്കുന്ന താം, ആ ക്രിയാശക്തി ഉള്ള മഹത്തത്വത്തിനെ ത്രിഗുണവ്യക്തിം ത്രിഗുണാത്മകമായ മായയുടെ സൂത്രം എന്ന് ആഹു എന്ന് പറഞ്ഞാൽ ശ്രുതി അങ്ങനെ പറയുന്നു. ഇതം വിശ്വം, ഈ ലോകം, യസ്മിൻ ആ സൂത്രാത്മാവിൽ പ്രോതം കോർക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഊടും പാവും പോലെയാണെന്നാണ്. ഏന ആ സൂത്രാത്മാവ് കൊണ്ട് പുമാൻ മീൻസ് ആ പുരുഷനായിട്ടുള്ള ജീവൻ സംസാരത്തെ പ്രാപിക്കുന്നു. എന്താ ഇതിൽ ആ സൃഷ്ടിയാണ് പറയണത് കേട്ടോ. അതായത് പിന്നെ ആദ്യമായിട്ട് ഭഗവാൻ യോഗമായി എന്ന് ഉണർന്നിട്ട് സൃഷ്ടിക്കണം എന്ന് വിചാരിക്കുമ്പോൾ എന്താ ഉണ്ടാവണമെന്നാണ്. അതായത് ഈ പിന്നെ എന്താണ് ആ മഹത്തത്വം എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ സൂത്രാത്മാവെന്നൊക്കെ പറയാം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായിട്ടാണ് ആ മഹത്വത്വം പിരിഞ്ഞ്, ആ മഹത്വത്തിൽ നിന്നാണ് പിന്നെ അഹങ്കാരവും ആ 3 തരം അഹങ്കാരം എന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാവണമെന്നാണ് മഹാത്മാക്കൾ പറയണത്. അതായത് ആ സൂത്രാത്മാവിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത് അല്ലെങ്കിൽ കോർത്തിരിക്കുന്നത്. അതായത് സൂത്രാത്മാവിൽ ഊടും പാവും പോലെയാണ് ഈ സൂത്രാത്മാവ് പ്രപഞ്ചത്തിൻ്റെ, അല്ലെങ്കിൽ സൂത്രാത്മാവിൽ പിന്നെ എന്താണ് ഈ പ്രപഞ്ചം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ സൂത്രാത്മാവ് കാരണമാണ് ഈ ജീവൻ, ആ പ്രാണൻ സംസാരത്തിലേക്ക് വരണത്. വെച്ചാൽ അതിൽ നിന്നാണ് എല്ലാം തുടങ്ങണതെന്ന് പറയുകയാണ്. അതായത് വായു രൂപത്തിലാണ് എന്നാണ് പറയുന്നത്. അത് ശരിക്ക് നമ്മൾ ആദ്യം അത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഈ ത്രിഗുണാത്മകങ്ങളും നാനാവിധങ്ങളുമായിട്ടുള്ള ഈ ലോകത്തെ ഈ മഹത്തത്വത്തിൽ നിന്ന് ഉണ്ടാവുന്ന അഹങ്കാരം, 3 തരം അഹങ്കാരം ഉണ്ടല്ലോ, അത് കൂടെ സൃഷ്ടിക്കുന്നു അല്ലേ ഭഗവാൻ. ഈ ത്രിഗുണങ്ങളടങ്ങുന്ന ഈ സൂത്രാത്മാവിനെയാണ് അല്ലെങ്കിൽ ആ പ്രാണവായുവിനെ ത്രിഗുണ വ്യക്തി എന്ന് പറയണത്. അപ്പോൾ ആ സമഷ്ടി രൂപത്തിൽ, അതായത് മാക്രോ സമഷ്ടി രൂപത്തിലുള്ള ഈ സൂത്രത്തിലാണ് ഈ പ്രപഞ്ചം ഒരു ചരടിൽ കോർക്കപ്പെട്ടിരിക്കുന്ന പോലെ കോർക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സൂത്രാത്മാവ് പറയണത്. അത് വായുസ്വരൂപനാണ്. വായുസ്വരൂപനായിട്ടുള്ള ഈ സൂത്രാത്മാവ്, ഈ സൂത്രം ആത്മാവ് കാരണമാണ് ഈ പ്രാണരൂപമായിട്ട് ജീവൻ
സംസാരത്തിലേക്ക് വരണത് എന്നാണ് പറഞ്ഞത്. ഇനിയാണ് പറയണത് ഇത് എന്തിൽ നിന്ന് പഠിച്ചു എന്ന്. അതായത് ജീവൻ സംസാരത്തിലേക്ക് ആ സൂത്രാത്മാവ് കാരണമാണ് ജീവൻ സംസാരത്തിലേക്ക് വരണത്. ഇനി അതിന് ഉദാഹരണം പറയാണ്. അതാണ് ഏത് നമ്മുടെ ഈ പിന്നെ എന്താ പറയുക, ചെലന്തി അല്ലെങ്കിൽ പിന്നെ വെട്ടുകാലിന്നോ ചെലന്തിന്നോ ഒക്കെ പറയാം. അതിൽ നിന്നാണ് ഇത് പഠിച്ചതെന്ന് പറയാണ്. പിന്നെ അതായത് ശരിക്കന്നെ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ, ബ്രഹ്മം തന്നെയായിട്ടുള്ള ആ ഭഗവാൻ തന്നിൽ നിന്ന് മായയാകുന്ന ആ നൂലിനെ വലിച്ചെടുത്ത് എന്ത് ചെയ്യുക, നാമരൂപങ്ങളാകുന്നൊരു വല കെട്ടിയിട്ട് അതിൽ തന്നെ അവനവൻ തന്നെ ആ വലയിലിരിക്കുകയാണ്. താൻ അതിൽ കുടുങ്ങിയ പോലെ നടുക്കിങ്ങനെ ഇരിക്കും. അങ്ങനല്ല എട്ടുകാലി. എന്നിട്ട് സന്ദർഭം വരുമ്പോൾ ആ വല ഉപയോഗിച്ച് തന്നെ ആ വലയെ അവനവനിലേക്ക് തന്നെ വലിക്കുകയും ചെയ്യുമല്ലോ. ഭഗവാൻ അങ്ങനെയല്ലേ, സൃഷ്ടി ഭഗവാനിൽ നിന്ന് പുറപ്പെടുന്നു, ഭഗവാനിൽ തന്നെ ലയിപ്പിക്കുന്നു. അതാണ് ഞാൻ അടുത്തതിൽ പറയണ 21 കേട്ടോ. 20 വായിക്കാം. താമാഹു ത്രിഗുണവ്യക്തിം സൃജന്തിം വിശ്വതോമുഖം യസ്മിൻ പ്രോതമിദം വിശ്വം യേന സംസരതേ പുമാൻ. അതേ ഉള്ളൂ, ശരിക്ക് അത്രയേ ഉള്ളൂ. ഈശ്വരനിൽ നിന്ന് തന്നെ ഉണ്ടായി ഈശ്വരനിൽ തന്നെ ലയിക്കുന്നു. ഇനി അതിന് ഉദാഹരണമാണ് യഥോർണനാഭിർഹൃദയാദൂർണാം സന്തത്യവക്തതഃ തയാ വിഹൃത്യ ഭൂയസ്താം ഗ്രസത്യേവം മഹേശ്വരഃ. എന്താണ് ഊർണനാഭീച്ച എട്ടുകാലി. എട്ടുകാലി ഊർണനാഭി യഥ, എട്ടുകാലി എങ്ങനെ, ഹൃദയാത് ഹൃദയത്തിൽ നിന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന്, ഊർണ നൂലിനെ, വക്തഃ വായയിൽ കൂടെ, സന്തത്യ പുറത്തേക്ക് എടുത്തിട്ട്, തഥാ വിഹൃത്യ അതുവഴി അത് കൂടെ ഇങ്ങനെ നടന്നുണ്ടാക്കും അല്ലേ വല. ഒരു ഭാഗത്തു കൂടെ ഇങ്ങനെ പോയാൽ അവിടെ വല ഉണ്ടാവും, പിന്നെ വേറൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അങ്ങനെയാണ്. ഭൂയഹ വീണ്ടും ഗ്രസതി, അത് കഴിഞ്ഞ് അതിന് മതിയായി തോന്നുമ്പോൾ ആ വലയെ മുഴുവൻ വിഴുങ്ങും. ഗ്രസതി വിഴുങ്ങുന്നുവോ ഏവം അങ്ങനെ തന്നെ മഹേശ്വര സർവേശ്വരനും ജഗത്തിനെ സൃഷ്ടിച്ച് രക്ഷിച്ച് പിന്നീട് സംഹരിക്കുന്നു അല്ലേ. അതെന്താ വെച്ചാൽ ഈ പിന്നെ എട്ടുകാലി ഉള്ളിൽ നിന്ന് അതിൻ്റെ വായയെ കൂടെ നൂല് വരുത്തിയിട്ട് വല കെട്ടി അതിൽ തന്നെ കുറച്ചു കാലം ഇരുന്ന് അല്ലെങ്കിൽ വിഹരിച്ചു എന്നോ എന്താ വെച്ചാൽ പറയാം, ഇരുന്ന് വീണ്ടും ആ നൂലിനെ, തൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ നൂലിനെ മുഴുവൻ ഉള്ളിലേക്ക് തന്നെ വലിക്കുന്നു. അതാണ് ഇപ്പം ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. എട്ടുകാലി ഉള്ളിൽ നിന്ന്, തൻ്റെ ഉള്ളിൽ നിന്ന് വായിൽ കൂടെ ആ നൂല് വരുത്തിയിട്ട് ഒരു വല കെട്ടും. എന്നിട്ട് അതിൽ വേണ്ടത്ര, അതിന് ഇഷ്ടമുള്ളത്ര സമയം വിഹരിക്കും, ജീവിക്കും. എന്നിട്ട് അതിന് ഇനി വേണ്ടാന്ന് തോന്നുമ്പോൾ ആ നൂലിനെ മുഴുവൻ അകത്തേക്ക് തന്നെ വലിക്കും അല്ലെങ്കിൽ വിഴുങ്ങും. അതുപോലെയാണ് സർവേശ്വരനായിട്ടുള്ള ഈ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അതുപോലെ തന്നെയാണ് നടത്തണത് എന്നാണ് ഇതിൽ പറഞ്ഞത്. അതാണ് ശരിക്കും ഒരു എട്ടുകാലി എന്നാണ് ഞാനിത് പഠിച്ച. എട്ടുകാലിയത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് ഭഗവാൻ എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണേ. അതായത് ഈ കുറച്ചു നേരം വേണ്ടത്ര അവിടെ സമയം ഇരിക്കും, അത് കഴിഞ്ഞാൽ തന്നെ അത് ഒതുക്കും ചെയ്യും അല്ലേ. ഇതുപോലെയാണ് ഈശ്വരനും സൃഷ്ടിസ്ഥിതി സംഹാരക്രിയ ഇതെല്ലാം ഭഗവാന്റെ നിന്ന് പുറപ്പെട്ട് ഭഗവാനിൽ തന്നെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. യഥോർണനാഭിർഹൃദയാദൂർണാം സന്തത്യവക്ത്രതഃ തയാ വിഹൃത്യ ഭൂയസ്താം ഗ്രസത്യേവം മഹേശ്വരഃ. അതുപോലെ തന്നെയാണ്, ഇതേപോലെയാണ് ഭഗവാന്റെ ഉള്ളിൽ നിന്ന് പ്രപഞ്ചം പുറത്തേക്ക് വന്ന് പിന്നെ കുറെ കഴിഞ്ഞാൽ ഭഗവാൻ അതിൽ തന്നെ വിശ്വാകാരമായി നിന്ന് കുറെ കഴിഞ്ഞാൽ അതകത്തേക്ക് തന്നെ വലിക്കുന്നു, ഉപസംഹരിക്കുന്നു. ഇനി 22. എത്ര എത്ര മനോദേഹി ധാരയേത് സകലം ധിയാ സ്നേഹാദ്വേഷാത് ഭയാദ്വാപി യാതി തത്തസ്വരൂപതാം. എങ്ങനെയാണ് ഭഗവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയാണ് സാരൂപ്യമോക്ഷം കിട്ടണമെന്ന് ഞാൻ ആരെന്നാ പഠിച്ചതെന്നാണ് പറയാൻ പോണ കേട്ടോ. അതായത് ഭഗവാനെ തന്നെ ധ്യാനിച്ച് നമ്മൾ ഭഗവാൻ തന്നെ ആയിത്തീരുക, അല്ലെങ്കിൽ ബ്രഹ്മത്തെ ധ്യാനിച്ച്
ബ്രഹ്മം തന്നെ ആയിത്തീരുക, അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അതോ ദേഹിയായവൻ, ശരീരമുള്ളവനെ, ധിയ, അതായത് നല്ല ദൃഢമായിട്ടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ലയിക്കണം, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം വേണം എന്നുള്ള ബുദ്ധിയോടുകൂടി എത്ര ഏതേത് വിഷയത്തിൽ സ്നേഹം കൊണ്ട്, അഥവാ ദ്വേഷാദ്വ, വിദ്വേഷഭക്തി ആവാലോ, ഭയഭക്തി ആവാം, മനസ്സ് സകലം മുഴുവൻ, അതായത് മുഴുവൻ മനസ്സും സർവാത്മന ധാരയേത് സ്ഥിരമായി അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തത്തൽ സ്വരൂപതാം അതാതിന് തുല്യമായ രൂപത്തിനെ യാതി പ്രാപിക്കുന്നു, സാരൂപ്യം പ്രാപിക്കുന്നു. ഏതിനെയാണ് ധ്യാനിക്കണം വെച്ചാൽ, എന്താണ് ഇതിൽ പറയുന്നത് വെച്ചാൽ, ഞാൻ അതെ ഈ അതാണ് ഈ പിന്നെ സ്നേഹം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഭയം കൊണ്ടോ ഒരു ആള് മനസ്സിനെ എവിടെയെങ്കിലും പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചോട്ടെ, ആ ആള് എന്തിനെയാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ധ്യേയ വസ്തു എന്തിനെയാണ് ധ്യാനിക്കുക വെച്ചാൽ ആ ധ്യേയ വസ്തുവ് തന്നെ ആയിത്തീരുന്ന, അതാണ് വേട്ടാളനിൽ നിന്ന് പഠിച്ചത്. ഇതാണ് വേട്ടാളിൽ നിന്ന് പഠിച്ചത്. അതാണ് ഞാൻ അടുത്ത ഇതിൽ പറയും അത് ഏതെന്നാണ് പഠിച്ചതെന്ന്. അപ്പോൾ എന്താണ് പിന്നെ ഈ പഠിച്ചതെന്നുള്ളതാണ് ആദ്യം പറയണം, എന്നിട്ട് ആരിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയണത്. അതായത് ഏതൊരു സാധകനും, അല്ലെങ്കിൽ ഏതൊരാളും, ഒരു പുരുഷനെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, ഏതൊരാളെ ദേഹെടുത്ത ഏതൊരാളെന്നർത്ഥം, ദേഹി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാളുടെ മനസ്സ് സ്നേഹം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഭയം കൊണ്ടോ ആരെയാണ് എപ്പോഴും ചിന്തിക്കുന്നത്, അങ്ങനെ ആ ചിന്തിക്കണ ആളായി തീരും കുറച്ച് കഴിഞ്ഞാൽ. ഇതാണ് ഒരു നിയമം. അത് ഒരു വേട്ടാളനാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയണം. നമ്മൾ ആരെ തന്നെ ദേഷ്യം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഭയം കൊണ്ടോ ധ്യാനിച്ചിരിക്കുന്നു, നമ്മൾ അവർ തന്നെ ആയിത്തീരുന്ന, അതായത് നമ്മൾ ഇപ്പോൾ ഈ ഹിരണ്യാക്ഷം ഹിരണ്യകശിപും ഒക്കെ കണ്ടുവല്ലോ, നമ്മൾ ദേഷ്യം കൊണ്ട് ഏത് സമയത്തും ഭഗവാനെ നിരന്തരം സ്മരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ തന്നെ വന്ന് അവരെ നിഗ്രഹിച്ച് ഭഗവാനിൽ ചേർക്കുക. ഓഫ് കോഴ്സ് ഹിരണ്യകശിപുവിൻ്റെ ഹിരണ്യാക്ഷൻ്റെ നല്ലൊരു ഉദാഹരണമല്ല കേട്ടോ, കാരണം അവർക്ക് പിന്നെ 3 ജന്മം ആ ശാപം ഉണ്ടല്ലോ. നമുക്ക് പിന്നെ ശിശുപാലൻ്റെ ദന്തഭക്തൻ്റെ എടുക്കാം. അതായത് ശിശുപാലൻ ദന്തഭക്തന് 3ാമത്തെ ജന്മമായില്ലോ ജയവിജയന്മാർ. അപ്പോൾ ശിശുപാലൻ ഏത് സമയത്തും ഭഗവാനെ ദേഷ്യത്തോടു കൂടിയാണ് സ്മരിച്ചിരുന്നത്. ഭഗവാൻ തന്നെ വന്ന് ശിശുപാലനെ വധിച്ച് ശിശുപാലൻ്റെ ആത്മാവ് ഭഗവാന്റെ ആത്മാവിലാണ് വന്ന് ചേർന്നു. മീൻസ് ഭഗവാൻ തന്നെ ആയി, അതാണ് സാരൂപ്യം, ഭഗവാൻ തന്നെ ആയിത്തീരുന്നതിനാണ് ഇപ്പോൾ പറയണത് കേട്ടോ. അതേപോലെ തന്നെ കംസൻ ഭയം കൊണ്ട് സദാ ഭഗവാനെ വിചാരിച്ചു, അതുകൊണ്ട് ഭഗവാനിൽ ലയിച്ചു. അതേപോലെ ഭക്തന്മാരുടെ കാര്യം പറയാനില്ല അല്ലേ, ഭക്തന്മാരൊക്കെ ഭക്തി കൊണ്ട് തീർച്ചയായിട്ടും ഭഗവാനെ പ്രാപിക്കും, സ്നേഹം കൊണ്ട്. അപ്പോൾ എന്ത് തരം വികാരമാണെങ്കിലും അതുകൊണ്ട് ഭഗവാനെ എപ്പോഴും സ്മരിക്കുന്ന ഭഗവാനെ എന്നില്ല, ആരെയാണോ സ്മരിക്കണേ ആ രൂപമായി തീരും എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇതെവിടുന്ന് പഠിച്ചു എന്നാണ് ഞാൻ അടുത്തതിൽ പറഞ്ഞത്. എത്ര മനോദേഹി ധാരയിൽ സകലം ധിയാ സ്നേഹദ്വേഷാത് ഭയാദ്വാപി യാതി തത്തസ്വരൂപതാം കീട പേശസ്കൃതം ധ്യായൻ കഡ്യം തേന പ്രവേശിത യാതി തസ്മാത്മതാം തത്സാത്മതാം രാജൻ പൂർവരൂപമസംത്യജൻ. മുമ്പത്തെ രൂപം ത്യജിച്ചിട്ട് എന്താ പറയണേ, ഹേ രാജാവേ, തേന കുഡ്യം, അതായത് പിന്നെ കുഡ്യം കൂട്ടിൽ പ്രവേശിക്കപ്പെട്ട കീട പുഴു, അതായത് ഈ വേട്ടാളിന് ആവണേൻ്റെ മുമ്പേ പുഴു ആകുമ്പോൾ ആ ഒരു കൂട് പോലെ അതിലിരിക്കുമല്ലോ, പേശസ്കൃതം, ആ വേട്ടാളനെ
ധ്യാനിച്ചുകൊണ്ട് പൂർവ്വരൂപം മുമ്പുണ്ടായിരുന്ന ആ പുഴുരൂപത്തിനെ അസന്ധ്യജൻ വിടാതെ കണ്ട് തൽസാമ്യതാം ആ വേട്ടാളിനെ പോലെ വേട്ടാളിൻ്റെ രൂപത്തെ തൽസാമ്യതാം എന്ന് പറഞ്ഞുവല്ലോ, സാമ്യമായ രൂപത്തെ യാതി പ്രാപിക്കുന്നു. എന്താ വെച്ചാൽ ഈ പുഴുല്ലേ, വേട്ടാളൻ ആയിത്തീരാൻ പോകുന്ന പുഴു ഈ ശരിക്കും വേട്ടാളൻ എന്ത് ചെയ്യുക, ആ പുഴുവിനെ ഒരു ചുമരിൽ ഒരു കൂടുണ്ടാക്കും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വേട്ടാളൻ്റെ കൂടെ. അതിൻ്റെ ഉള്ളിലങ്ങോട്ട് വെച്ച് സീൽ ചെയ്യും, അടയ്ക്കും. അപ്പോൾ ഈ വേട്ടാളിനെ പേടിച്ച് എപ്പോഴും തന്നെ കൂട്ടിലടച്ച ആ വേട്ടാളിനെ ഈ പുഴു ഈ കൂടിൻ്റെ ഉള്ളിലിരുന്നിട്ട് തന്നെ കൂട്ടിലടച്ച ആ വേട്ടാളിനെ ഭയത്തോടു കൂടി സദാ സ്മരിച്ചിട്ട് ഈ പുഴു ചാവാതെ ആ പുഴുവന്നെ വേട്ടാളിനായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വരും, ആ കൂട് പൊട്ടുമ്പോൾ. അപ്പോൾ പിന്നെ അത്ഭുതമില്ല, നമ്മളും അതുപോലെയായി. അത്ഭുതമില്ല, എൻ്റെ മുമ്പിൽ വേട്ടാളൻ്റെ കഥ ഉണ്ട്. അപ്പോൾ വേട്ടാളനെ പോലെ, അതായത് ഈ ശരിക്കും പറഞ്ഞാൽ വേട്ടാളൻ എന്താ ചെയ്യുക, പിന്നെ അങ്ങനെയാണോ പറയുക, അത് ശരിയാണോ എന്ന് വെച്ചാൽ എന്താ അറിയാം, വേട്ടാളൻ ഒരു പുഴുവിനെ പിടിച്ച് കൊണ്ടുവന്ന് ചുമരുമ്പിൽ ഒരു കൂട് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് അടയ്ക്കും. പുഴു അപ്പോൾ പേടിച്ച് വേട്ടാളിനെ തന്നെ നിരന്തരം സ്മരിച്ചിട്ട് ഈ ആ പുഴുവിൻ്റെ ദേഹം കളയാതെ ആ പുഴുവന്നെ വേട്ടാളനായിട്ട് അങ്ങ് രൂപം പ്രാപിക്കും. ആ ഒരു കാര്യം ഞാൻ വേട്ടാളിൽ നിന്ന് പഠിച്ചു. അതായത് ആരാണ് ഒരു ഭഗവാനെ എന്ന് കൂട്ടും. അപ്പോൾ ഇവിടെ ഭഗവാനെ എന്തിനെ സ്മരിച്ചാലും അതായിത്തീരും എന്നാണ്. അപ്പോൾ ഭഗവാനെയോ അല്ലെങ്കിൽ ബ്രഹ്മത്തിനെ ആരാണ് നിരന്തരമായിട്ട് ഭക്തി കൊണ്ടോ സ്നേഹം കൊണ്ടോ പിന്നെ ആദരവ് കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഭയം കൊണ്ടോ സ്മരിക്കുന്നത്, കുറേ കഴിഞ്ഞാൽ പിന്നെ നിരന്തരം ധ്യാനിക്കുന്ന ആൾ ആ ധ്യേയ വസ്തു തന്നെ ആയിത്തീരും. ബ്രഹ്മത്തിനെ ധ്യാനിച്ചാൽ ബ്രഹ്മാവും. ഭഗവാനെ, അതായത് പിന്നെ സകളരൂപം, അതായത് പിന്നെ എന്താണ് രൂപത്തോടു കൂടിയിട്ടുള്ള ബ്രഹ്മാണെങ്കിൽ നിർവികാരം നിഷ്കളം നിരാകാരമാണല്ലോ. അതാണ് നമ്മൾ ധ്യാനിക്കണമെന്ന് വെച്ചാൽ ബ്രഹ്മായിത്തീരും. അല്ല ഭഗവാന്റെ രൂപമാണ് ധ്യാനിക്കണമെന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ ആയിത്തീരും, മീൻസ് ഭഗവാന് ലയിക്കുന്ന ഈ ഒരു കാര്യം ഞാൻ വേട്ടാളിൽ നിന്ന് പഠിച്ചു. പേശസ്കൃതം എന്ന് പറഞ്ഞാൽ വേട്ടാളിനാണ്. ധ്യായൻ കുഡ്യാം തേന പ്രവേശിത, ആ കൂടിലെ കുഡിച്ച അതാണ് കുഡ്യാം ചാൽ കൂട്ടിൽ ഇത് ഉണ്ടാക്കില്ലേ വേട്ടാളിൻ്റെ കൂടെ, അതിൻ്റെ ഉള്ളിലെ യാതി തത് സാത്മതാം രാജൻ പൂർവ്വരൂപമസംത്യജൻ. ആ പുഴു മരിക്കില്ലേ, പുഴു മരിച്ചിട്ടില്ല, പുഴുവിൻ്റെ വേട്ടാളനായി തീരും. അങ്ങനെയാണല്ലോ. ഏവം ഗുരുഭ്യ ഏതേഭ്യ ഏഷാമേ ശിക്ഷിതാമതി സ്വാത്മോപശിക്ഷിതാം ബുദ്ധിം ശൃണുമേ വദത പ്രഭോ. ഇപ്പോൾ എന്തായി, ഏവം ഇപ്രകാരം ഏതേഭ്യ ഗുരുഭ്യ ഈ പറഞ്ഞ ഗുരുക്കന്മാരിൽ നിന്നെല്ലാം ഏഷാ മതി ഈ ഓരോ പാഠങ്ങൾ ഞാൻ ഓരോ അറിവുകൾ ഏഷാമതി പറഞ്ഞാൽ എന്താ, ഓരോ അറിവുകൾ ഈ മേ ശിക്ഷിത എന്നാൽ അഭ്യസിക്കപ്പെട്ടു. പ്രഭോ, ഹേ പ്രഭോ, സ്വാത്മോപശിക്ഷിതം അതായത് സ്വന്തം ദേഹത്തിൽ നിന്ന് തന്നെ ഞാൻ ബുദ്ധിം ജ്ഞാനത്തിനെപ്പറ്റി വദത ഞാൻ എന്താണ് എൻ്റെ ദേഹത്തു നിന്ന് പഠിച്ചതെന്നും കൂടി ഞാൻ പറയാം. അതാണ് 25ാമത്തെ ഗുരു. മേ ശൃണു, അത് എന്നിൽ നിന്ന് കേട്ടാലും. അതാണ് പറയുന്നത്. ഇങ്ങനെ ഈ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ ഞാൻ പല അറിവുകളും എനിക്ക് ലഭിച്ചു, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് അനവധി പാഠങ്ങൾ ലഭിച്ചു. ഇനി എൻ്റെ ദേഹത്തിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചതും കൂടിയും പറയാം, കേട്ടോളൂ. അതാണ് 25ാമത്തെ ഗുരു കേട്ടോ. അപ്പോൾ 24ാമത്തെ ഗുരുവാണ് അപ്പോൾ ഈ വേട്ടാളനോ പട്ടുനൂൽപ്പുഴു എന്നൊക്കെ പറയും, പട്ടുനൂൽപ്പുഴു എന്നും പറയുന്നുണ്ട് കേട്ടോ ചിലതിലൊക്കെ. പിന്നെ അതായത് പിന്നെ ഈ പറഞ്ഞ 24 ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു എന്ന് ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തന്നൂലോ. ഞാൻ ഇനി ഒരു കാര്യം കൂടി അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്ന് ഞാൻ പറയാം. എൻ്റെ ദേഹം തന്നെ എനിക്ക് ഗുരുവാണ്. അതും കൂടി ഞാൻ
അങ്ങയോട് പറയാം എന്നാണ് ഇനി പറയണത് കേട്ടോ. അപ്പോൾ ഏവം ഗുരുഭ്യ ഏതേഭ്യ യേഷാമേ ശിക്ഷിത മതിഹി സ്വാത്മോപശിക്ഷിതാം ബുദ്ധിം ശൃണുമേ വദത പ്രഭോ. ഇനി 25ാമത്തെ ഗുരുവിന് സ്വന്തം ദേഹത്തിനെ പറയണേ. ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതുർ ബിഭ്രത്സ്മ സത്വനിധനം സതതാർത്യുദർക്കം തത്വാന്യനേന വിമർശാമി യഥാ തഥാപി പാരക്യമിത്യവസിതോ വിചരാമ്യസംഗഃ. എന്താണ് പഠിച്ചറിയോ? എനിക്ക് വിരക്തി വിവേകഹേതു, വിരക്തിക്കും അതായത് വിരക്തി വരുള്ളൂ നമുക്ക്, ആ വിരക്തിക്കും വിവേകത്തിനും കാരണമായ ഏത് ദേഹ, എൻ്റെ ഈ ശരീരം, ഗുരുഹു ഒരു ഗുരുവാകുന്നു. എൻ്റെ ശരീരം തന്നെ എനിക്ക് വിരക്തിക്കും വിവേകത്തിനും കാരണമായിട്ടുള്ളൊരു ഗുരുവാണ്. ഗുരു ആയിരുന്നു. പിന്നെയോ സതതാർത്യുദർക്കം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഇനി ദുഃഖം ഹേതുവായ സത്വനിധനം ജനനമരണങ്ങളെ ബിഭ്രദ്സ്മ ധരിക്കുന്നു. അനേന ഈ ദേഹം കൊണ്ട് തത്വങ്ങളെ യഥാ വാസ്തവം ആയിട്ട് വിമൃഗാമി ഞാൻ പറയാമെന്ന് പറയാണ്. അതായത് എനിക്ക് ഈ ദേഹം തന്നെ അതായത് വിരക്തി വിവേക ഹേതു ദേഹോ മമ ഗുരു, അതായത് വൈരാഗ്യത്തിനും വിവേകത്തിനും കാരണമായിട്ടുള്ള ദേഹവും എനിക്ക് ഗുരുവാണ്. അതെന്താണ് അതിൽ വൈരാഗ്യം വരാൻ കാരണം എന്നാണ് പറയണത് കേട്ടോ. എന്താ അറിയോ? ഈ ദേഹം സതതാർത്യുദർക്കം സത്വനിധനം ബിഭ്രതി, ഈ ദേഹം നിത്യദുഃഖമാകുന്ന ഫലമാണ് തരണത്. അതായത് ജനനവും മരണവും ഉണ്ട് ഈ ദേഹത്തിന്. നിത്യദുഃഖം തരുന്ന ജന്മനാശങ്ങളെ ഈ ദേഹം കാരണം എനിക്കുണ്ട്. അതായത് നിരന്തരമായ ദുഃഖമാണ് എനിക്ക് ഈ ദേഹം തരണം. അതുകൊണ്ട് തന്നെ എനിക്ക് വൈരാഗ്യം ഉണ്ടാവും. ഈ ദേഹം കൊണ്ട് എനിക്ക് സുഖം ഉണ്ടാവില്ല. കാരണം നശിക്കണ ദേഹമാണ്. ഇതിന് ജനനമുണ്ട്, മരണമുണ്ട്, പല 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 അനുഭവങ്ങൾ, ദുഃഖാനുഭവങ്ങളുണ്ട്, വേദനകളുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ എനിക്ക് വൈരാഗ്യം. പിന്നെയോ ഇനി എന്തുകൊണ്ടാണ് വിവേകം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അനേന തത്വാനി യഥാ വിമർശാമി, ഈ ശരീരം കൊണ്ടാണ് ഞാൻ എല്ലാ തത്വങ്ങളെയും ചിന്തിച്ചറിയുന്നത്. ശരീരം വെച്ചാൽ മനസ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെനിക്ക് വിവേകത്തിനും ഒരു കാരണമാവുന്നുണ്ട്. കാരണം ഞാൻ മനസ്സുകൊണ്ട് എല്ലാം മനസ്സിലാക്കി, ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എനിക്ക് വിവേകം തരണതും ഈ ദേഹം തന്നെയാണ്. വൈരാഗ്യം, ഈ ജനനമരണ ദുഃഖങ്ങൾ എന്താന്ന് ഈ ദേഹം കൊണ്ട് അനുഭവിക്കണു എന്നുള്ളതുകൊണ്ടാണ് വൈരാഗ്യം. വിവേകോ എനിക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കേണ്ട മനസ്സിലും ബുദ്ധി കൊണ്ടൊക്കെ. അതും അപ്പോൾ വിവേകത്തിനും കാരണമാണ്. തഥാപി പാരക്യം അതല്ലേ പാരക്യമിത്യവസിത അസംഗഃ വിചരാമി. എന്നാലും ഈ ദേഹം പിന്നെ വേണമെങ്കിൽ നമ്മുടെ ദേഹം അതായത് പ്രാണൻ പോയാൽ ഇത് ഒരു പട്ടിക്കൊക്കെ ഭക്ഷണമായി തീരുന്നു എന്ന് കരുതിയിട്ട് എനിക്കതിനോട് സംഘമില്ലാതായി. ഒരു സംഘമില്ല. അപ്പം എന്തൊക്കെ ഈ ദേഹത്തു നിന്ന് എനിക്ക് എന്തൊക്കെ കിട്ടി? വൈരാഗ്യം, വിവേകം, നിസ്സംഗത, ഇതൊക്കെ എനിക്ക് കിട്ടി. കാരണം ജഡശരീരമാണ്. അത് എപ്പോഴാണ് പ്രാണൻ പോണച്ചാൽ അതവിടെ മരിച്ചു വീണാൽ പിന്നെ ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ ഏത് മൃഗങ്ങൾക്കോ പുഴുക്കൾക്കോ ഒക്കെ ഭക്ഷണമായി തീരും. അങ്ങനത്തെ അപ്പം അതിനോട് ഇതിനാണ് ഞാൻ ആസക്തി ഉണ്ടാവണതെന്നാണ്. അതായത് ദുഃഖത്തെ നൽകുന്നതും ജനനമരണങ്ങളും ഉള്ളതുമായ ഈ ദേഹം ശരിക്ക് പറയാച്ചാൽ എനിക്ക് എല്ലാം നൽകേണ്ട വിവേകവും വിരക്തിയും അതും ഈ ശരീരം ലഭിച്ചതുകൊണ്ടാണല്ലോ. മാത്രമല്ല എനിക്ക് വിരക്തി ഉണ്ടാവാൻ ശരിക്കും ഈ ദേഹം സഹായിക്കുന്നുണ്ട്. കാരണം അത്ര ദുഃഖമാണ് തരണതേ. പിന്നെ ഈ ശരീരം ലഭിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് ഈ തത്വചിന്തയൊക്കെ ചെയ്യാൻ സാധിക്കണതോ അതെ വിവേകം വരാൻ. എന്നാലും ഒന്നാലോചിച്ചാൽ ഈ ജീവൻ അങ്ങോട്ട് പോയാൽ പിന്നെ ഇത് കുറുക്കനോ പട്ടിയോ പൂച്ചോ ഏതിൻ്റെയും ഭക്ഷണമായിട്ട് തീരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ശരീരത്തിൽ യാതൊരു ആസക്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആസക്തനാവാതെ സഞ്ചരിക്കണത്.
അപ്പോൾ എൻ്റെ ദേഹമാണ് എൻ്റെ അവസാനത്തെ ഗുരു. അതെനിക്ക് വിവേകവും വൈരാഗ്യവും നിസ്സംഗതയും പഠിപ്പിക്കണു എന്നാണ് ഇതിൽ പറയണത് കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് ഈ 25 വായിച്ച് നമുക്ക് നിർത്താം. ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതുർ ബിഭ്രത് സ്മ സത്വനിധനം സതതാർത്യുദർക്കം തത്വാന്യനേന വിമൃശാമി യഥാ തഥാപി പാരക്യമിത്യവസിതോ അസംഗനായിട്ട്. അപ്പോൾ ഇതിനോട് ആസക്തി സംഘം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് എനിക്ക് പല കാര്യങ്ങളെ കൊണ്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് വിരക്തിയും, എത്ര വലിയ ഗുരുവാണ് അദ്ദേഹം, വൈരാഗ്യവും വിവേകവും നിസ്സംഗതയും എനിക്ക് നൽകി എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.